ഋതു എന്നത് ഹലോ അമ്മൂമ്മയാണോ? ഇത് ഋതു. ആ അമ്മൂമ്മ ഋതു ആണ്. ഒരു ഫോൺ വന്നാ നോക്കിയിരിക്കുക പിള്ളേരെ കളിക്കാൻ വേണ്ടിട്ട്. ഇങ്ങോട്ടാ. ഹലോ. ആ അതെ. ശരണാലയത്തിന്നല്ലേ? ആ കൊടുക്ക്. ഹലോ അമ്മയാണോ? അമ്മയല്ലേ? ഹലോ. എപ്പോ? എന്നിട്ട് കേൾക്കുന്നില്ല, ഉറക്കെ പറയൂ. ഹലോ. ആ ഞങ്ങളിപ്പോ എത്തിക്കോ. എന്താ മണി? അമ്മ രാത്രിയിൽ ഒരു അസുഖമില്ലാതെ കിടന്നതാ. രാവിലെ ചെന്ന് നോക്കുമ്പോ വളരെ നാച്ചുറൽ ആയിട്ടുള്ള മരണമാ. അതവരെടുത്ത് പറഞ്ഞു. ഹാർട്ടിന്റെ ആയിരിക്കണമെന്ന് അവർ പറഞ്ഞു കേട്ടപ്പോ തോന്നിയത്. അമ്മ പക്ഷെ അങ്ങനെ പല തമാശയും പറയുമായിരുന്നു. ഇതങ്ങനെ തമാശയൊന്നുമല്ല. പണ്ടും ഇതിങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളതാ. അല്ല, ഇപ്പൊ തമാശ ആണേലും അങ്ങനെ തന്നെ ചെയ്യാൻ പോകുന്നത്. പിടിക്കാൻ സൗകര്യമുള്ളവനൊക്കെ പിടിച്ചാൽ മതി. പറ.
അശോകൻ, നീ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞേ പോകുന്നുള്ള. മിക്കവാറും ഒരാഴ്ചയും കൂടെ ലീവുണ്ട്. ഞാനങ്ങ് ചെന്നിട്ട് എഴുതാം. എഴുതണം, എഴുതാതിരിക്കരുത്. ചേട്ടൻ മറുപടി എഴുതിയില്ലെങ്കിൽ ഞാൻ എഴുതും. ഗോപൻ എഴുതിയില്ലെങ്കിൽ നീ എഴുതണം. അതുപോലെ കുട്ടികളോടും പറയണം, സിനി ചേച്ചിയുമായിട്ടുള്ള കറസ്പോണ്ടൻസ് മുടക്കരുതെന്ന്. അമ്മ ഉണ്ടായിരുന്നപ്പോ കത്ത് കണ്ടില്ലേലും എല്ലാരും അമ്മയങ്ങൊക്കെ ഉണ്ട് എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോ കാണാലോ, ഒന്നിച്ചൊരു വെക്കേഷൻ, ഒന്നിച്ചൊരു പിറന്നാള്. ഇനിയിപ്പോ അതൊന്നുമില്ലല്ലോ. ഞാൻ എഴുതാം. എഴുതൂ. എഴുതാം. വേണിച്ചേട്ടൻ എന്നാ പോവാ? ഇപ്പൊ ഷീന് പോയത് ഇറങ്ങേ. ഡാഡി, ഇനി എന്നാ ഡാഡി ഷീനി ചേച്ചി വരിക? ഷീനി ചേച്ചി വരുമ്പോ മോൾ ഇവിടെ ആയിരിക്കില്ലല്ലോ, അവിടെ ആയിരിക്കില്ലേ? നമുക്കിവിടുന്ന് പോണ്ട ഡാഡി. നമുക്കിവിടുന്ന് പോണ്ട ഡാഡി. പോണ്ട ഡാഡി. അതെ, പോയിട്ട് വേറെ 100 കാര്യങ്ങളുള്ളതാ. താനെന്താ മുങ്ങി നടക്കാണെ ആ വിവരം പറ. അയ്യോ, ഇതെന്താ ഇദ്ദേഹം? താൻ എവിടെ ആയിരുന്നു? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു ദിവസം പരിമല വരെ ഒന്ന് പോയി. എന്നിട്ടാണോ ഇത്ര ആളെ അയച്ചിട്ട് ഇങ്ങോട്ട് കാണാത്തത്? അത് പിന്നെ ഇവിടെ ഈ ചടങ്ങുകളെല്ലാം ആയിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുന്ന് കൊച്ചം വന്ന് ഇദ്ദേഹം അന്വേഷിക്കുന്ന വിവരം പറഞ്ഞത്. പിന്നെ ഈ കുഴാമറിച്ചുകളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ആ ഇടപാട് ഇത്തവണ നടക്കുകയാണെന്നും എല്ലാവരും കൂടെ പറഞ്ഞു. അതുകൊണ്ട് ആ കാശും അങ്ങ് കൈമറിഞ്ഞു പോയി. ഞാൻ ഈ ലീവും കളഞ്ഞ് ഇവിടെ കുത്തിയിരുന്നത് തന്റെ വാക്കും വിശ്വസിച്ചാണെന്ന് അറിയാമോ? അയ്യോ, അത് മനസ്സിലായില്ലേ? അല്ല, ഇവിടെ ഈ മരണവും ചടങ്ങും. മരണവും ചടങ്ങും ഒക്കെ ഞങ്ങളുടെ കാര്യം, തന്റെ കാര്യമല്ലല്ലോ. അല്ല, അപ്പൊ താൻ തന്റെ കാര്യം പറ. താൻ ഈ ഇടപാട് നടത്തുന്നത് എന്നാ? അതിപ്പോ ആ കാശ് സ്വല്പം വശക്കേടായിട്ട്. കാശ് മറിഞ്ഞു പോയതിന്റെ കഥയല്ല ചോദിച്ചത്. തനിക്ക് ഈ വീട് വേണോ വേണ്ടായോ? വിവരം അറിഞ്ഞിട്ട് വേണം എനിക്കിത് പൂട്ടിയിട്ടിട്ട് പോണോ അതോ വേറെ ആളെ തിരക്കണമെന്ന് തീരുമാനിക്കാൻ. ഇദ്ദേഹത്തിനൊന്നും തോന്നരുത്, എനിക്ക് ഈ വീട് വേണ്ട. കാരണം പറയുമ്പോ ഒന്നും തോന്നരുത്. പറയണോ? ആദ്യം മുതലേ ദുർലക്ഷണമാണ്. വിലയുറപ്പിക്കാൻ വന്ന അന്ന് മൂത്ത അദ്ദേഹം നമ്മളും തമ്മി ഒരു കാര്യവുമില്ലാതെ ഒരു കാശ് വിഷയം വർത്താനും എഴുതിക്കാൻ റെഡിയായിട്ട് പ്രമാണവും കാശുമായിട്ട് വന്നപ്പോ ആദ്യം വന്നത് ഒരു ചാക്കരയുടെ വാർത്ത, അതും അമ്മയുടെ. എനിക്ക് പേടിയാ. വീട് മേടിച്ചിട്ട് നോക്കുമ്പോ തിരിയുന്നിടത്തും പിരിയുന്നിടത്തും അല്ല അമ്മ വന്ന് നിൽക്കുന്നതായി തോന്നിയാല്. സ്വല്പം ഒരു ബുദ്ധിമുട്ടായി കാണുമെന്ന് അറിയാതെയല്ല. എന്നെപ്പോലെ ഒരുത്തിന്റെ വാക്കും വിശ്വസിച്ചു. ഇതെന്നെ കുഞ്ഞ ഇത്, ഇതെന്നെ കുഞ്ഞ ഇത്.
കാര്യം ഇനി ആലോചിക്കണ്ട. എന്തെങ്കിലും ആയിക്കോട്ടെ, തൽക്കാലം പൂട്ടിയിട്ടിട്ട് നമുക്ക് പോവാം. അത് മതിയെന്നേ. ഇവിടെ നിൽക്കും തോറും ഇനി മനസ്സിന്റെ സ്വസ്ഥത ഇല്ലാതാവുകയുള്ളൂ. അവിടെ ചെന്നാൽ അമ്മ നമുക്ക് സ്വസ്ഥത തരുമെന്ന് തോന്നുന്നുണ്ടോ? എന്താ അത്? ഓപ്പൺ ടിക്കറ്റ്സാ. നാളെ തന്നെ ടൗണിൽ ചെന്ന് അതൊന്ന് കൺഫേം ചെയ്തുകൊണ്ട് വന്നാൽ എന്ന് പോവാം എന്നൊന്ന് ഉറപ്പിക്കായിരുന്നു. പൂട്ടിയിട്ടിട്ട് പോയാലും അമ്മ പറഞ്ഞതുപോലെ പഴയ വീടാ. 2 ദിവസം കൊണ്ട് ചെതലരിച്ച് ഈ വീടില്ലാതാവും. അത് അമ്മയ്ക്ക് വിഷമായിരിക്കും. അമ്മ വിഷമിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്കവിടെ സമാധാനത്തോടെ കഴിയാൻ ഒക്കത്തില്ല. നമ്മൾ എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ കഴിയാൻ പോവാ. എന്താ, നിനക്ക് പേടിയുണ്ടോ? ഇല്ല. ഇവിടെ അല്ലാതെ വേറെ എവിടെ നിന്നാലും ഞാനൊരു മനുഷ്യനാണെന്ന് എനിക്ക് തന്നെ എന്നെ പറ്റി തോന്നുന്നില്ല. ഒരു ബീസ്റ്റിനെ പോലെ ആവും ഞാൻ. ഇന്നതിന്റെ തുടക്കവും മറ്റോ ആയിരുന്നു എന്നൊരു പേടി. ഇവരിവിടെ വളർന്നോട്ടെ. ഇവിടുത്തെ കാറ്റും കൊണ്ട്, ഇവിടുത്തെ പശുവിനെയും കണ്ട്. അതുകൊണ്ട് അവർക്ക് നല്ലതേ വരൂ. അവരെ ഇവിടെ അമ്മയുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോളും. പിന്നെ അമ്മ പറയുന്ന പോലെ എന്നെക്കാൾ കേമന്മാരായിരുന്നിട്ടുള്ള ഒരുപാട് പേരുടെ മണ്ണിലടിയെന്നുള്ള വാത്സല്യവും അവർക്കിവിടെ കിട്ടും എന്നെന്റെ മനസ്സെന്നോട് പറയുന്നു. നമ്മൾ പോകുന്നില്ലേ ഡാഡി? ഇല്ല, നമ്മൾ ഇവിടെ തന്നെയായിനി. നല്ല ഡാഡി.